നിങ്ങളോട് സഹകരിച്ചാലല്ലേ അടക്കുള്ളൂ. നിങ്ങൾക്കൂടെ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഓട്ടോറിക്ഷ മൊത്തം മാറ്റി അങ്ങോട്ട് മാറ്റി അതിന് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ നമസ്കാരം. അടൂർ പട്ടണം നല്ല മനോഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മനോഹരമാകുമ്പോൾ ട്രാഫിക് പരിഷ്കരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ട്രാഫിക് പരിഷ്കരണമാണ് ഇവിടെ നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഡിവൈഡർ സ്ഥാപിച്ചിരുന്നു. സീബ്ര ലൈനിൽ കൂടെ കൃത്യമായി യാത്രക്കാർ പാസ് ചെയ്യുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ അടൂർ ട്രാഫിക് പോലീസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അടൂരിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ആളുകൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് കടന്നു വരുമ്പോൾ ഇറങ്ങുവാനും കയറുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളെപ്പറ്റിയും ട്രാഫിക് ക്രമീകരണങ്ങളെ പറ്റിയൊക്കെ അടൂരിൻ്റെ ട്രാഫിക് SI ആയ സുരേഷ് സാറ് വിശദീകരിക്കുകയാണ്. ആ പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എവിടെ വരെയുള്ള വണ്ടിയാ? എവറ ഇവിടെ ഇടുന്ന വണ്ടിയല്ലല്ലോ. ഇവിടെ നിർത്തിയിട്ട് ആളിനെ കയറ്റി പോവാണ്. അല്ല, ആളിനെ ഇറക്കിയിട്ട് കയറ്റി പോകുന്ന വണ്ടിയാണ്. അന്നേരം നാളെ പോലെ അടുത്ത ട്രിപ്പ് പോലെ ഇവിടെ കൊണ്ടുവരണം വണ്ടി. ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ആളിനെ ഇറക്കുക, കയറ്റുക, അങ്ങ് പൊക്കോളുക. സ്ഥിരമായിട്ട് കായംകുളത്തേക്ക് പോകേണ്ട നിർത്തിയിടുന്ന വണ്ടികൾ അവിടെ കിടക്കട്ടെ. അന്നേരം നമ്മുടെ ഈ റോഡിന് തടസ്സം ഉണ്ടാവില്ല. എപ്പോഴും തുറന്നു കിടക്കും, തിരക്കുണ്ടാവത്തില്ല. നാളെ പോലെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. നിങ്ങളോട് സഹകരിച്ചാലല്ലേ അടക്കുള്ളൂ. നിങ്ങൾക്കൂടെ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഓട്ടോറിക്ഷ മൊത്തം മാറ്റി അങ്ങോട്ട് മാറ്റി അതിന് വേണ്ടിയിട്ടാണ്. അന്നേരം ഇവിടെ ബസ് ഇടാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, തിരക്കില്ലേ, റോഡ് പോകണമെന്നില്ലേ, ഒരു കുഴപ്പമില്ല. അന്നേരം കൃത്യമായിട്ട് നിങ്ങളോട് കൃത്യമായിട്ട് പാലിച്ച് ചെയ്യണം. എന്നാലേ അത് ശരിയാവുള്ളൂ. മനസ്സിലായില്ലേ? ചേട്ടാ എവിടെ വരെ ഉള്ള ഇത്? ഇവിടെ വരെ ഉള്ള ഇവിടെ അടൂർ വരെ ഉള്ളൂ. അന്നേരം ഒരു കാര്യം ചെയ്യണം. നാളെ പോലെ വണ്ടികൾ ഇവിടെ കൊണ്ട് നിർത്തണം. ഇവിടെ ഇറക്കുക. ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ ആളിനെ ഇറക്കി കയറ്റുന്നെങ്കിൽ കയറ്റി അങ്ങ് പൊക്കോളുക. സ്ഥിരമായിട്ട് ഇവിടെ ഇടുന്ന വണ്ടിയല്ലല്ലോ. അന്നേരം നമുക്ക് ഈ റോഡിൽ തടസ്സം ഉണ്ടാവില്ല. ഇടുന്നതല്ല. അന്നേരം റോഡിൽ തടസ്സം ഉണ്ടാവത്തില്ല. റോഡ് ഫ്രീ ആയിട്ട് കിടക്കും. KSRTC ഉൾപ്പെടെ നേരെ പോകാൻ പറ്റും. മനസ്സിലല്ലേ? നാളെ അടുത്ത ട്രിപ്പ് പോലെ കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം. അതിനാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ മൊത്തം മാറ്റി ഞാൻ അങ്ങോട്ടാക്കിയത്. അല്ല, ഇവിടെ കിടന്ന ഓട്ടോറിക്ഷ മൊത്തം മാറ്റിയത് അങ്ങനെയാണ്. അന്നേരം ഈ ബസ്സുകളൊക്കെ ഇങ്ങനെ സൗകര്യമായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. കയറി ഇറക്കി പോകുന്ന വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ലല്ലോ. സ്റ്റാർട്ട് ചെയ്യേണ്ട വണ്ടി അവിടെ കിടക്കട്ടെ. എന്നിട്ട് ഇറക്കി ആളിനെ കയറ്റി പോകുന്ന വണ്ടികൾ ഇവിടെ നിർത്തുക, അത് കയറി പോവുക. മനസ്സിലായി? അന്നേരത്തോട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. റോഡ് തടസ്സമുണ്ടോ? അല്ല, ഇവിടെ ഒരു വണ്ടി കിടക്കുവാണെങ്കിൽ നിങ്ങൾ മുന്നിൽ കൊണ്ടുവരണം. നേരത്തെ നമ്മൾ ചെയ്തിരുന്നുണ്ടോ? കുറേ പാലത്തെ ഇടരുത്, മുന്നിൽ കൊണ്ടുവരണം. മനസ്സിലായില്ലേ?